ഒരു പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഹൗ ടു ഇംപ്രസ് എ ഗേൾ. അപ്പം നമുക്ക് ഇവിടെയുള്ള പെൺകുട്ടികളോട് ചോദിച്ചു നോക്കാം എന്താണ് അവർക്ക് ഇംപ്രസ് ആവുക, എന്ത് ചെയ്താലാണ് ഇംപ്രസ് ആവുക എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്തിനാണ് ഇംപ്രസ് ആവാം? അങ്ങനൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം എന്താ പറയാ, നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം. എന്ന് വെച്ചാൽ കൂടുതൽ റേസ് ആവാത്ത അത്രയും ഒരു നല്ല ഇപ്പോഴത്തെ കൽപ്പനയും കാന്താരിയും പോലെ ആകരുത്, ടോക്സിക് ആവരുത്. നമ്മളെ ടോർച്ചർ ചെയ്യല് ഒരുമാതിരി, എന്താ പറയാ, ഓരോ കാര്യങ്ങളും പറഞ്ഞ് ടോർച്ചർ ചെയ്യല്. ഇത് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഒരാളുടെ ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ ലുക്സ് ആയിരിക്കും ഫസ്റ്റ് നോക്കുക. അല്ല, പൊതുവെ എല്ലാവരും കാണുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ്? ഒരുപാട് പൊക്കം വേണമെന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. എങ്ങനത്തെ ആളായാലും എനിക്ക് കുഴപ്പമില്ല. പൈസ വേണമെന്നുണ്ടോ? ഒരുപാട് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഗേൾസിന് പൈസ വേണം, സൗന്ദര്യം ഉണ്ടെങ്കിലൊക്കെയാണ്. എല്ലാരും ഒരേപോലെ അല്ലല്ലോ. എനിക്ക് അങ്ങനെ ക്യാഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ വേണമെന്നില്ല. ഇല്ല, നല്ല ലുക്സ് വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മളെ സെൽഫ്ലെസ് ആയിട്ട് കെയർ ചെയ്യുന്ന ഒരാള്. പിന്നെ ലുക്ക് വൈസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാവണം? ലുക്ക് വൈസ് അല്ല, ഈ കാലത്ത് ബോയ്സിന്റെ ക്യാരക്ടർ കുറെ അങ്ങനല്ല, കുറെ സ്റ്റോൺസിന്റെ ഇടയ്ക്ക് ഒരു ജെമ്മായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യണം. കുറെ ഇന്നത്തെ കാലത്തുള്ള നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഒരാള്. എന്നെ ഇംപ്രസ് ചെയ്യാനോ? എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് അയാള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നല്ലൊരു ഫ്രണ്ട്ലി നേച്ചർ. ഇവിടെയോ താങ്കൾ ഇംപ്രസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഫ്രണ്ട്ലി നേച്ചർ തന്നെ, അതല്ല വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ ഫ്രണ്ട്ലി നേച്ചർ എന്ന് പറയുമ്പോൾ എന്തായാലും ആള് വന്ന് സംസാരിക്കണം. ഇപ്പൊ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കുക? ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ പൊക്കം വേണമെന്നുണ്ടോ, വണ്ണം വേണമെന്നുണ്ടോ, നിറം വേണമെന്നുണ്ടോ? എനിക്ക് അങ്ങനത്തെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. കാരണം അങ്ങനെ നല്ല സൗന്ദര്യം, നല്ല അപ്പിയറൻസ് ഒക്കെ നമ്മൾ നോക്കി കല്യാണം കഴിക്കണം. മിക്കവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ ചിലര് സൈക്കോ ക്യാരക്ടറൊക്കെ ഉള്ളവരാണ് കൂടുതൽ. അതെ, അങ്ങനെ കൂടുതൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതുകൊണ്ട് മനസ്സിലായിക്കണ ഒരു കാര്യം, ലുക്കിലൊന്നും അല്ല കാര്യം, ക്യാരക്ടറിലാണ് മെയിൻ കാര്യം. വേറെ കാര്യങ്ങളൊന്നും നോക്കാം. പൈസ നോക്കൂ? പൈസ വേണമെന്ന് നിർബന്ധമുണ്ടോ? പൈസ ഇന്ന് വരും നാളെ പോണ ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് നമുക്ക് പൈസയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക. ഞാൻ ഇൻഡിപെൻഡന്റ് ആവാനാണ് ശ്രമിക്കുള്ളൂ. ഇപ്പൊ ഗേൾസ് പൊതുവെ പൈസ ഉള്ള ആള്, ലുക്കുള്ള ആൾക്കാരെയാണ് സ്നേഹിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. ശരിയാണോ? ആ, ശരിയാണ്. മിക്ക ഗേൾസും അങ്ങനെ നോക്കണുണ്ട്. ഞങ്ങൾ അങ്ങനെ നോക്കാത്തവരാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതെ, കുറച്ച് ടഫാണല്ലോ. എന്താന്ന് വെച്ചാ, ഇപ്പൊ ഒരു ബോയ് എന്നുള്ളതൊക്കെ എനിക്കുള്ള കൺസെപ്റ്റാന്ന് നോക്കുമ്പോ അത്യാവശ്യം നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ നോക്കുന്നത്. അതായത് ആരെയും തടങ്കലിടാണ്ട് നോർമലി പോകുന്ന പോലെ. ഒരു ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തായാലും ഫസ്റ്റ് ലുക്ക് വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക? ലുക്ക് വൈസ് അല്ല കൂടുതലും നോക്കുക. ജസ്റ്റ് കാണുമ്പോൾ ചിലർക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും അടുത്ത് സംസാരിച്ച് അവളുടെ ഒപ്പീനിയനും ക്യാരക്ടറും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം. ക്യാരക്ടർ ഒപ്പീനിയൻ വരെയൊക്കെ രണ്ടാമത്തെ കാര്യം. എന്തായാലും ഇപ്പൊ കമന്റ്സിൽ ഒരുപാട് വരണ്ട. ഒരാളുടെ ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോ എന്തെങ്കിലും ഫീച്ചേഴ്സ് എന്തായിരിക്കും നിങ്ങൾ നോക്കുന്ന? ഫീച്ചർ എന്തായിരിക്കും? ഞാന് അങ്ങനെ ഇതുവരെ നോക്കിയിട്ടില്ല. അല്ല, അങ്ങനെയല്ല, മനസ്സിലായി. വണ്ണം വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ പൊക്കം വേണമെന്നുണ്ടോ? ഇല്ല, അതിപ്പോ ഞാൻ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ എന്നോട് ചേരുന്ന ഒരു രീതിയിൽ ഒരു ആവശ്യത്തിന് വണ്ണം, പൊക്കം, ഹൈറ്റ് എല്ലാം വെച്ചിട്ട് അങ്ങനെ നോക്കുള്ളൂ. ഒരുപാട് പൈസ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. കാരണം പൈസ ജാതി മതം ആവണമെന്നൊക്കെ അങ്ങനൊന്നുമില്ല. സംഭവം നമുക്കിപ്പോ ജാതി മതം അല്ല, പൈസ അല്ല ലൈഫിൽ ഏറ്റവും ആവശ്യം. അപ്പൊ അധ്വാനിക്കാനുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും അധ്വാനിക്കാവുന്നതേ ഉള്ളൂ. അതിന് പൈസ ഒരു ബാധകമല്ല. സ്വഭാവം, ക്യാരക്ടർ. അപ്പൊ നിങ്ങളൊരു ക്യാരക്ടർ എന്തായാലും ആദ്യം കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒരു ലുക്ക് വൈസ് ആണ് എന്തായാലും നിങ്ങളൊരു ഇത്. അപ്പൊ എങ്ങനത്തെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആവാം? നല്ല ഡ്രസ്സിംഗ് ആയിരിക്കണം. പിന്നെ എന്താ, മുടി എങ്ങനെ വേണം? വണ്ണം വേണോ? സിക്സ് പാക്ക് വേണോ? അങ്ങനെയുള്ളതൊന്നുമില്ല. നമുക്ക് ഒരാൾ കാണുമ്പോ തന്നെ അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ഞാൻ നോക്കുന്ന ഫേസിലോട്ടാണ്. അപ്പൊ കണ്ണ്, മൂക്ക്, ചെവി, ചുണ്ട് അങ്ങനെ നോക്കുമ്പോ അങ്ങനെയല്ല. ഇപ്പൊ നമുക്കൊരു ഫേസ് കാണുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമല്ലോ.
അതാണ് നോക്കുന്നത്. പിന്നെ പൈസ വേണം നിർബന്ധമുണ്ടോ? ഒരേ ജാതി ആണോ നിർബന്ധം? ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നുമില്ല. പൈസ വേണമെന്നൊരു ഇതുമില്ല. ഇല്ല, ആൾക്കൊരു ജോബ് ഉണ്ടെങ്കിൽ അത് ഏത് ജോബ് ആണെങ്കിലും നമുക്ക് സാലറി കിട്ടുമല്ലോ. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇംപ്രസ് ആവാനോ? ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇംപ്രസ് ആവാനോ? ഒറ്റ സെക്കൻഡ് കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇംപ്രസ് ആവുക, അല്ലെങ്കിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ ഇംപ്രസ് ആവുക, പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ വളയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ഒരു ദിവസം കൊണ്ട് വളയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ ഒരു ദിവസം കൊണ്ടൊന്നും വളയില്ല, പക്ഷെ കുറച്ച് റെസ്പെക്റ്റോടുകൂടെ വർത്താനം പറയാ, കുറച്ച് മാന്യമായി പെരുമാറിയാ. പിന്നെ അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ ലുക്ക് വൈസ് എങ്ങനെയാണ് നോക്കുന്നത്? മുടി വേണമെന്നുണ്ടോ, സ്റ്റാബ് വേണമെന്നുണ്ടോ? ഞാൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ എന്തായാലും പോകുന്നില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ വേണ്ടി കഴിയുന്നില്ല, അതാണ് സംഭവം. ഒരാൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ആളെ ഇഷ്ടമാന്ന് പറഞ്ഞ് ടൈം പാസിന് എനിക്ക് താല്പര്യമില്ല, പക്ഷെ ആളുടെ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ഞാൻ എന്തായാലും പറയും. പൈസ വേണം നിർബന്ധമുണ്ടോ? ആൾക്കാരുടെ പൈസ വേണം നിർബന്ധമുണ്ടോ? പൈസ ഇല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ജീവിക്കാന്നുള്ള ആ സാധനം ഇല്ല. പൈസ ആവശ്യമാണ്, പക്ഷെ എന്നാലും പൈസ കൊണ്ട് മാത്രം ജീവിക്കാനും കഴിയില്ല. കുറച്ച് എന്താ അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരാളായാൽ മതി. അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. സോ എനിക്ക് ഇച്ചൻ ജെന്യുവൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെയല്ല. അല്ല, ഒന്നും ചെയ്യണ്ട, വെറുതെ പോയി ഇംപ്രസ് ആവോ? ഇല്ല. എന്താണ് ഇംപ്രസ് ചെയ്യാനുള്ള ഒരു സംഭവം? എനിക്കിപ്പോ ബോയ്സ് ഇംപ്രസ് ചെയ്യണമെന്ന് ഒട്ടുമില്ല, അതുകൊണ്ട് ഓക്കെ. ഇവിടെയോ? Be true to yourself. ഇവിടെയോ? ഇംപ്രസ് ചെയ്യാൻ എന്താണ്? ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അട്രാക്ടർ ആവുന്നത്? കണ്ണ്. അങ്ങനൊന്നുമില്ല. എനിക്കിപ്പോ ബോയ്സിനെ ഒട്ടും ഇഷ്ടമില്ല. അത് നന്നായി. ഇവിടെയോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നിങ്ങളെ പറ്റി ഒരു ഗോസിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ പൈസ ഉള്ളവരാണ്, ലുക്ക് ഉള്ളവരാണ് മാക്സിമം നോക്കുള്ളൂ, കല്യാണം കഴിക്കാനാണെങ്കിലും ശരിയാണോ? പേഴ്സണാലിറ്റി എന്നാലും ഫസ്റ്റ് കാണാൻ പറ്റത്തില്ലല്ലോ. സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്യണ ഒരാള്. എനിക്ക് മനസ്സിലായില്ല. അല്ല, സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ അട്രാക്റ്റീവ് ആവണമെങ്കിൽ ഒരു ലുക്ക് വൈസ് നോക്കൂല. ഐ മീൻ ഇപ്പൊ ഒരാള് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിജക്ട് ചെയ്യാനുള്ള കൂടുതൽ ചാൻസ് കൂടുതൽ. അപ്പൊ നിങ്ങൾ അട്രാക്റ്റീവ് ആവുന്ന ഒരു സംഭവം എന്താണ്? ആളെ കാണുമ്പോ അറിയാലോ. ആണോ? എവിടെയോ? അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ഡീസന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയണം. ഇങ്ങനെ ചുമ്മാ ഒരു ലൂസായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എവിടെയോ? എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. നല്ലതായിട്ട് ടോക്ക് ചെയ്യാം. എവിടെയോ? ഇംപ്രസ് ചെയ്യാനൊന്നുമില്ലേ? വെറുതെ ഇംപ്രസ് ആവോ? നമ്മുടെ ക്യാരക്ടർ വെച്ച് നന്നായിട്ട് കാണും. ഇപ്പൊ ക്യാരക്ടർ എന്തായാലും നമ്മളൊരാളോട് സംസാരിച്ചേക്കിട്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ലുക്സ് ആയിരിക്കും ഫസ്റ്റ് ഒരാളെ അട്രാക്ടർ ആവാൻ നോക്കാം. അപ്പൊ എന്താണ് നിങ്ങളെ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? ജാടയാന്ന് പറയത്തുള്ളൂ. ആദ്യം ഒരു പോയി കാണുമ്പോ പറയുന്നത് ജാടയാന്ന് പറയത്തുള്ളൂ. എന്തായിരിക്കും നിങ്ങൾ പൊക്കമുള്ള ഒരാൾ വേണമെന്നുണ്ടോ? പൊക്കമുള്ള ആൾ വേണമെന്നുണ്ട്. എവിടെയോ? അത്യാവശ്യം നല്ല പൊക്കമുള്ള ആളെ വേണമെന്നുണ്ട്. പൈസ ഒരുപാട് വേണമെന്നൊക്കെ നിർബന്ധമുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പോവാം. പൈസ അത്ര വേണമെന്നുണ്ടോ? സ്വന്തം ജാതി മതമൊക്കെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? അതുണ്ട്. എവിടെയോ? നന്നായിട്ട് സ്നേഹിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടുകാർക്ക് സപ്പോർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. ജാതി മതം ഇവിടെ എന്താണ് ജാതി മതം വേണമെന്ന് നിർബന്ധം? കാരണം വീട്ടുകാർ അതേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇംപ്രസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താണ് ഇംപ്രസ് ആവാ? ടു ബി ദെയർ വിത്ത് മീ, എൻ്റെ കൂടെ ചെറിയ കാര്യത്തിന് പോലും ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാള്. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇംപ്രസ് ആവാ? എങ്ങനത്തെ ഉള്ള ലുക്ക് ഉള്ള ഒരു ഇതാണ് നിങ്ങൾ ഇംപ്രസ് ആവാ? മെയിൻലി ലുക്ക് വൈസ് അല്ല, എനിക്ക് എന്നാലും ഒരു അട്രാക്ഷൻ എന്തായാലും ഉണ്ടാവില്ലേ? അട്രാക്ഷൻ ഉണ്ടാവാ മോസ്റ്റ് പ്രോബബ്ലി ഹെയർ ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെ ഒരു അട്രാക്ഷൻ ഫാക്ടർ ഉണ്ട്. കൂടുതൽ ലൈക്ക് എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടതാണ് കൂടുതൽ. നമ്മളൊരു സംസാരിക്കാൻ വരുന്നേക്ക് മുമ്പ് ആളുടെ ഒരു എന്തായാലും ആ ഒരു അപ്പീൽ നോക്കുമല്ലോ. സ്മൈൽ ആൻഡ് ഹെയർ.
സ്മൈൽ ആൻഡ് ഹെയർ. പൈസ ഒരുപാട് വേണമെന്നൊക്കെ നിർബന്ധമുണ്ടോ? ജോലി ജോലി വേണമെന്ന് ഞാൻ പറയും. ബിക്കോസ് ജോലി ഇന്നതാവണമെന്ന് വല്ല ഗവൺമെന്റ് ജോലി ആവണം, അല്ലെങ്കിൽ ഇന്ന ജോലി എത്ര ശമ്പളം വേണം? no if I'm earning that will be fine, right? അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ബട്ട് ജോലി വേണം. it will be equally good for വേറെ ഫ്യൂച്ചർ ഫാമിലി പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ. എന്തിനാണ് നിങ്ങൾ ഇംപ്രസ് ആവാ? പല കാര്യങ്ങളുണ്ടാവാം. ആളുടെ പേഴ്സണാലിറ്റി, പിന്നെ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ലുക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്? ലുക്കിലാണ് ഞാൻ നോക്കുന്നില്ല, ആളുടെ പെരുമാറ്റം, പേഴ്സണാലിറ്റി, എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത്, വീട്ടുകാരോടുള്ള എന്നാൽ നിങ്ങൾ അട്രാക്റ്റീവ് ആവാൻ ഒരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് കാരണം ഉണ്ടാവാം. അതായത് ചിലപ്പോൾ ക്യാരക്ടർ ആവാം. പൈസ വേണം നിർബന്ധമുണ്ടോ? പൈസ വേണ്ട. എല്ലാവരും പറയാറില്ലേ ഗേൾസിന് പൈസ ഇൻഡിപെൻഡന്റ് ആവണം. ഇൻഡിപെൻഡന്റ് ആവണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അത്ര ഇംപ്രസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താണ് നിങ്ങൾ ഇംപ്രസ് ആവാ? കെയർ, നമ്മളെയും കൂടെ പരിഗണിക്കണം, അത്രേ ഉള്ളൂ. കെയർ ചെയ്താൽ മതിയോ? കെയർ ചെയ്ത് നമുക്കും കൂടെ ഒരു വാല്യൂ തന്നെ, ഒരു പൊസിഷൻ തന്നെ. ഇപ്പൊ ലുക്ക് വൈസ് എങ്ങനെയാണ് നിങ്ങൾ ഇംപ്രസ് ആവാ ഒരാളെ കാണുമ്പോൾ? ലുക്ക് വൈസ് ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ കണ്ണ് അട്രാക്റ്റീവ് ആണെങ്കിൽ ഓക്കെ. ഹൃതിക് റോഷന്റെ പോലത്തെ പച്ചക്കണ്ണാണോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ ആളുടെ ഒരു ഐസിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവണല്ലോ. കണ്ണാണ് പൊതുവെ നോക്കാറ്. കണ്ണാ നോക്കാറ്.